സ്ഥിരമായി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ? ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നത്തിന്റെ ഒരു കാരണം ഇതാവാം. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിന്റെ ഒരു മേജർ പാർട്ട് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ് സംഭവിക്കേണ്ടത്. നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഡൈജഷൻ വേണ്ട സമയത്ത് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ ഫോണിലായിരിക്കും. വേണ്ട രീതിയിൽ ഫുഡ് ചവച്ചരങ്ങായിട്ട് സാധിക്കില്ല. ഇതുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് നിങ്ങളുടെ വായുനാറ്റം അഥവാ ഹാലിറ്റോസിസ്. ഫോൺ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഭക്ഷണം വേഗത്തിൽ ചവയ്ക്കാതെ വിഴുങ്ങുന്ന ഹാബിറ്റ് ഉള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതിന് എന്താണ് പരിഹാരം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഫോൺ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഫുഡ് കഴിക്കുന്ന ഒരു 10-15 മിനിറ്റ് ഫോൺ ഉപയോഗം നമ്മൾ മാറ്റി വയ്ക്കണം. ഫുഡ് വായിൽ ഓരോ പിടി അല്ലെങ്കിൽ ഓരോ ഉരുളെടുത്തതിന് ശേഷം നമ്മൾ ഒരു 20 ടൈംസ്, ഏവറേജ് ഒരു 20 ടൈംസ് ചവച്ചരച്ചിട്ട് വേണം അത് വിഴുങ്ങാൻ. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ലോണം ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം നല്ല അരയാനും അതുപോലെ സലൈവ വേണ്ട രീതിയിൽ മിക്സ് ആവാനുമായിട്ട് സാധിക്കും. സലൈവ വേണ്ട രീതിയിൽ, അതായത് തുപ്പൽ വേണ്ട രീതിയിൽ ഇല്ലാതാവുമ്പോഴാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുന്നത്. അതുപോലെ ഫുഡ് പാർട്ടിക്കിൾസ് മര്യാദയ്ക്ക് നമ്മൾ ചവച്ചയച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ വലിയ പാർട്ടിക്കിൾസ് നമ്മളെ വയറിലെത്തുകയും അത് ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമുക്ക് വേണ്ടാത്ത ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്യാസസ് വയറിൽ പ്രൊഡ്യൂസ് ചെയ്യും. GERD പോലുള്ള കണ്ടീഷൻസ് വേറെ രീതിയിൽ ഉണ്ടാവാനും അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ചവച്ചരയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഫോണിൻ്റെ ഉപയോഗം ഫുഡിൻ്റെ സമയത്ത് വേണ്ട. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.